അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്താലും ഇപ്പോൾ കണ്ട സാധനം വേറൊന്നുമല്ല, നമ്മളെ സ്വന്തം ചിക്കൻ കറിയും പാലപ്പവും. അപ്പോൾ ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, യോഗട്ട് ഒക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറുക്കിയതും കൂടെ ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും ചേർത്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് അത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഹോൾ സ്പൈസസും കറിവേപ്പിലയും പിന്നെ സവാള, തക്കാളി, പച്ചമുളക് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് കുക്കായി വരുമ്പോഴേക്കും കുറച്ച് കാഷ്യൂ പേസ്റ്റും കൂടെ ചേർത്തിട്ട് ആ കറി നല്ല തിക്കൻ ഗ്രേവി ആക്കി എടുത്ത് അടിപൊളിയാക്കി കുറച്ച് മല്ലിയിലയും കൂടെ എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ ഫെർമെൻ്റായ മാവ് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കി അത് നല്ല ചൂട് പാലപ്പവും ചിക്കൻ കറിയും സെറ്റ് ചെയ്തെടുത്തു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, ബായ്.